ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ കുറേ ഒരുക്കങ്ങൾ നടത്തും. ഒരു വിവാഹത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾ ഉടുക്കേണ്ട വസ്ത്രങ്ങൾ, അത് പോകുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറയും, അച്ഛാ ഇപ്പം എങ്ങാനും ഞാൻ മരിക്കാൻ പോകുന്നുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ മൂഢത്തരം. നമ്മൾ അടുത്ത മണിക്കൂർ എന്തുണ്ടാകുമെന്ന് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല. നാളെ കണ്ണു തുറക്കുമോ എന്നുള്ളത് നമുക്ക് ബോധ്യമില്ല. പക്ഷേ ഈ ബോധ്യമില്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ജീവിച്ചു പോകുന്നത്, അല്ലേ? അതേക്കുറിച്ചൊരു ചിന്ത പോലുമില്ലാതെ നമ്മളിങ്ങനെ ആഘോഷിച്ച് പോവുക. നമുക്ക് അടുത്ത നിമിഷത്തിൽ എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഏത് നിമിഷത്തിലാണ് എൻ്റെ മരണം ഉണ്ടാകുക എന്നൊരു ബോധ്യം നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഒരുങ്ങണം. നന്മകൾ ചെയ്ത്, നല്ല പ്രവൃത്തികൾ ചെയ്ത്, വചനം വായിച്ച്, സുഹൃതങ്ങളും കൃപ കൊണ്ടും നിറച്ച് എൻ്റെ ജീവിതം ഒരുക്കമുള്ളതായി തീരുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുക്കമുള്ള ഭൃത്യന്മാരായി തീരാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാത്ത, നമുക്ക് അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. അപ്പോൾ നമ്മൾ നിഷ്പ്രഭമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു, എന്നാൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം.